നമ്മുടെ മെറ്റീരിയലിനെ സംബന്ധിച്ച് 50 വർഷം കമ്പനി വാറന്റി പ്രൊവൈഡ് ചെയ്യാണ്. പക്ഷെ ഇതിലൊന്നും ഒരു കഥയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്യുകയാണെങ്കിൽ ട്രസ്സിന് മുകളിൽ കയറ്റി ചവിട്ടിക്കണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് ശരിയാണ്. കാരണം ഒരിക്കലും ഒരു ട്രസ്സിന് മേളിൽ ഒരു ആന കയറാനോ അതുപോലെ തന്നെ JCB കയറാനോ ഒന്നും പോകുന്നില്ല. ട്രസ്സിലേക്ക് നമ്മൾ അതുപോലെ സ്ക്രൂ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അടുത്തത് വരും, ആ സ്ക്രൂ ചെയ്യുന്നിടത്ത് പലയിടത്തും ലീക്ക് വരില്ല എന്നുള്ള അടുത്തത് വരാം. ഒന്ന് സൈഡിൽ നിന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ മേളിൽ നിന്ന് കൊടുക്കുന്നത് അടുത്ത ഷീറ്റ് വരുമ്പോൾ ഓവർലാപ്പ് ചെയ്ത് പോകും. 100% ലീക്ക് പ്രൂഫ് ആയിരിക്കും. ഇതിൽ റേറ്റിൽ നമ്മളെ പറ്റിക്കും. നമുക്ക് ഒരു ടൈലിന്റെ റേറ്റാണ് നമുക്കറിയാവുള്ളൂ. ഈ സൈസ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഏരിയ കിട്ടില്ല. അപ്പം നമുക്ക് മറ്റേതിനേക്കാൾ കൂടുതൽ റേറ്റിലേക്ക് പോകും. പ്രൈസ് എപ്പോഴും നോക്കുക തന്നെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ബ്രാൻഡഡ് ആണോ, അത് പ്രീമിയം ക്വാളിറ്റി ആണോ എന്നുകൂടി ചൂസ് ചെയ്യണം. അഫ്രയുടെ റൂഫിംഗ് ഷീറ്റിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് 8 ലെയർ ആണ്. അതായത് സെന്ററിൽ വരുന്നത് 0.5 mm ബേസ് മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. ഇതിന് മുകളിലും താഴെയായിട്ട് 150 GSM അലൂസിങ് കോട്ടിങ് വരെയാണ്. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും തുരുമ്പെടുക്കാൻ പാടില്ല. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇൻസൈറ്റ്സ്. നമ്മുടെ മലയാളികളുടെ എല്ലാവരും ഒരു പ്രിയപ്പെട്ട കാര്യമാണ് വീടിൻ്റെ അകത്ത് നമ്മൾ എസ്തെറ്റിക്സ് നോക്കുന്നത് വലിയൊരു പ്രധാന കാര്യമാണ്. ആൻഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇടയ്ക്ക് റൂഫിംഗ് ടൈൽസിനാണ് കൂടുതലും. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അഫ്ര റൂഫിംഗ് ഷീറ്റ്സിൻ്റെ ഡയറക്ടറാണ് മിസ്റ്റർ അസ്ലം. ഹലോ അസ്ലം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ തന്നെ മലയാളികൾ വലിയ എസ്തെറ്റിക് സെൻസ്, വീട് ഇപ്പോൾ ഏത് നാട്ടിൽ പോയാലും എല്ലാവരും പറയുന്ന ഒന്നാണ് മലയാളികളുടെ വീടിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ കൂടുതലും പണ്ടത്തെ ഒരു ഓട് സിസ്റ്റം ഒക്കെ ഇന്ന് ഓടുകൾ കിട്ടാനില്ല, അതിന് പകരം നമ്മൾ ചേഞ്ച് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു റൂഫിംഗ് ടൈൽസിലേക്ക്. അപ്പോൾ അഫ്രയുടെ റൂഫിംഗ് ഷീറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് സാധാ ഓട് കിട്ടാനില്ലെന്ന് പറയാൻ പറ്റില്ല, അതിന്റെ പ്രചാരം കുറഞ്ഞു എന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ സാധാ ഓടിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ കളർ ഫെയ്ഡ് ആവും, പൂപ്പല് പിടിക്കും, പായൽ പിടിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഈ പെയിന്റിങ് നല്ലൊരു കോസ്റ്റ് വീണ്ടും നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാധാ ഓടിന് പകരം സെറാമിക് ഓടുകൾ ഇന്ന് പ്രചാരത്തിൽ വന്നതിന്റെ കാരണം. സെറാമിക് ഓടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പായൽ പിടിക്കാൻ പാടില്ല. അതായത് അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ 3 to 4% ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വെള്ളം കുടിക്കില്ല, അതുകൊണ്ട് ഇത് വിണ്ട് കീറില്ല. വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെ പായല് പിടിക്കില്ല. ഡബിൾ ഗ്ലേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു കാരണവശാലും കളർ ഫെയ്ഡ് ആവില്ല. നമ്മുടെ ഒക്കെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഡബിൾ ഗ്ലേസ്ഡ് ആണ്. 10 വർഷം നമ്മൾ കളറിന് വാറന്റി കൊടുക്കുന്നുണ്ട്. 10 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡബിൾ ഗ്ലേസ്ഡ് അല്ലാത്തതൊന്നും വരുന്നുണ്ട്. സെറാമിക് ടൈൽസ് ചൈനീസ് ഒരുപാട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ സെറാമിക് പൊതുവെ എല്ലാം ചൈന തന്നെയാണ്. കാരണം പ്യുവർ സെറാമിക് ഫൈനസ്റ്റ് വൈറ്റ് ക്ലേ ആണ് പ്യുവർ സെറാമിക് ടൈൽ എന്ന് പറഞ്ഞാൽ. ഇത് അവൈലബിൾ ആയിട്ടുള്ള ചൈനയിൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സെറാമിക് ടൈൽസും വരുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഓരോന്നിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. പ്രീമിയം ക്വാളിറ്റി നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മുടെ അഫ്ര റൂഫ് ടൈൽസിന്റെ ഏറ്റവും വലിയൊരു മീൻസ് പ്രത്യേകത എന്ന് പറയുന്നത് റഷ്യൻ ടെക്നോളജി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അതിനെ പറ്റി ഒന്ന് പറയാമോ? നമുക്ക് സെറാമിക് ടൈൽസ് ഉണ്ട്, ഷിംഗിൾസ് ഉണ്ട്, അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും മോഡേൺ ആയിട്ട് വരുന്നതാണ് സ്റ്റോൺ കോട്ടഡ് ഷീറ്റുകൾ. സ്റ്റോൺ കോട്ടഡ് ഷീറ്റുകൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടാണ്. അതായത് നമ്മുടെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ സെറാമിക് ഒഴികെ ബാലൻസ് എല്ലാം പ്യുവർ റഷ്യൻ മെയ്ഡ് ആണ്. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വരുന്നത്. ഇതിന്റെ നമ്മുടെ മെറ്റീരിയലിന് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പലരും പല ക്വാളിറ്റി അതിന് പറയുന്നുണ്ടെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ മെറ്റീരിയലിന് തീർച്ചയായും അതായത് നമ്മുടെ മെറ്റീരിയലിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ റഷ്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞ റഷ്യയിലെ സർട്ടിഫിക്കറ്റ്സ് മാത്രമല്ല, നമ്മൾ പല ഇൻഡസ്ട്രിയൽ പർപ്പസിനും നമ്മുടെ മെറ്റീരിയൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ കൂടാതെ ഇവർ ഇന്ത്യൻ ലബോറട്ടറികളിൽ ഇതിന്റെ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട്സ് നമുക്ക് കസ്റ്റമറിനെ കാണിക്കാൻ കഴിയും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഞാൻ സാധാരണക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ റഷ്യയിലെ ക്ലൈമറ്റ് വ്യത്യാസമായിരിക്കും. നമ്മുടെ ഇവിടെ പെരുമഴയുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല കാറ്റുണ്ട്. ഇപ്പൊ അതേ സെയിം സംഭവം ആയിരിക്കില്ല റഷ്യയില്. അപ്പൊ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പൊ ആ ടെസ്റ്റുകൾ നമ്മുടെ ഇവിടെയും അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതായത് 10 വർഷത്തിന് മേലെയായി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ടെക്നോണിക്കൽ പ്രൊഡക്ട്സ് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പോലെയല്ല നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് 8 ലെയർ ആണ്. അതായത് സെന്ററിൽ വരുന്നത് 0.5 mm ബേസ് മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. ഇതിന് മുകളിലും താഴെയായിട്ട് 150 GSM അലൂസിങ് കോട്ടിങ് വരെയാണ്. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും തുരുമ്പെടുക്കാൻ പാടില്ല. ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കൊറോഷൻ പ്രൊട്ടക്ഷനായിട്ട് അഡീഷണൽ ലെയർ വന്നതിന് ശേഷം ഇതിന് മേലെ ഒരു അദസീവ് ലെയർ കൊടുത്ത് അതിന് മേലാണ് സ്റ്റോൺ വരുന്നത്. തരുതരുവാണ്. അതായത് ഈ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾക്കാനിക് ബസാൾട്ട് ആണ്.
വോൾക്കാനിക് ബസാൾട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ ചൈനീസ് ബ്രാൻഡുകൾ വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്ലാസ്റ്റിക് സ്റ്റോൺസ് വരെ കളർ ചെയ്ത് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് സ്റ്റോൺസ് ഒക്കെ എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഇത് കളർ ഫെയ്ഡ് ആയി പോകും. അപ്പൊ നമ്മുടെ മെറ്റീരിയലിനെ സംബന്ധിച്ച് 50 വർഷം കമ്പനി വാറന്റി പ്രൊവൈഡ് ചെയ്യാണ്. ഈ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ വോൾക്കാനിക് ബസാൾട്ട് സ്റ്റോൺ ആണ്, നാച്ചുറൽ സ്റ്റോൺ ആണ്. ഈ ചൈനീസ് സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സ്റ്റോൺസ് വരെ കളർ ചെയ്ത് വരുന്നതിനാൽ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിന്റെ കളർ ഫെയ്ഡ് ആയി പോകും. പക്ഷേ ഈ വോൾക്കാനിക് ബസാൾട്ടിൽ നമ്മൾ പിഗ്മെന്റ് ചെയ്ത് വരുന്ന കളർ ഒരു കാരണവശാലും ഇത് ഫെയ്ഡ് ആവില്ല, കാലങ്ങളോളം ഈട് നിൽക്കും. അതുകൊണ്ടാണ് കമ്പനി ഇത്രയും ധൈര്യമായിട്ട് വാറന്റി കൊടുക്കാൻ തയ്യാറാവുന്നത്. കാരണം ഇത് കമ്പനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ് ഈ വാറന്റി കൊടുക്കാൻ കഴിയും ഈ പ്രൊഡക്റ്റിന് ഈ ക്വാളിറ്റി കിട്ടുന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല വീഡിയോസിലൊക്കെ കാണാറുണ്ട്, വ്ളോഗിലൊക്കെ ഈ ആനയെ കൊണ്ട് ചവിട്ടി, അതുപോലെ തന്നെ JCB ഒക്കെ കയറ്റുന്നു, അതുപോലെ പലതരത്തില്. പക്ഷെ ഇതിലൊന്നും ഒരു കഥയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് മുകളിൽ കയറ്റി ചവിട്ടിക്കണം. അങ്ങനെയാണ് ഈ പറഞ്ഞത് ശരിയാ. കാരണം ഒരിക്കലും ഒരു ഡ്രസ്സിന് മേളില് ഒരു ആന കയറാനോ അതുപോലെ തന്നെ JCB കയറാനോ ഒന്നും പോകുന്നില്ല. അതിപ്പം മീൻസ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് ഉള്ളതായിരിക്കും. നല്ല കാറ്റാണ്, നമ്മൾ തന്നെ പ്രതീക്ഷ കാറ്റ് പിടിക്കോ, തേങ്ങ വീണ പൊട്ടിപ്പോ. അതിലേക്ക് വരാം. അതായത് ഈ നമ്മൾ നിലത്തിട്ടാണ് ഈ ആനയെ കൊണ്ടൊക്കെ ചവിട്ടിക്കുന്നത്. ഈ നിലത്തിട്ട് ചവിട്ടിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് വരുന്ന സ്റ്റീലാണ് ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും സ്റ്റീൽ പൊട്ടില്ല, ചളങ്ങുള്ളൂ അങ്ങനെ വന്നാൽ. അപ്പൊ ഈ കാണിക്കുന്നതെല്ലാം ചുമ്മാ ആളെ മണ്ടനാക്കുന്ന പരിപാടികളാണ്. അതിലൊന്നും വലിയ കഥയില്ല. എത്ര ലോ ക്വാളിറ്റി ആയിട്ടാണെങ്കിലും പൊട്ടില്ല, ധൈര്യമായിട്ട് അവർക്ക് ചവിട്ടിക്കാം. അതിൽ വലിയ കഥയൊന്നും. അതുപോലെ ഈ ഇപ്പൊ പറഞ്ഞ വിൻഡ് റെസിസ്റ്റന്റ് നമുക്കുള്ള ക്വാളിറ്റിയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. 230 km/h വരെ വിൻഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ മെറ്റീരിയലിനുള്ളതാണ്. അത് പ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇത് ഹീറ്റ് പ്രൂഫ് ആണ്, അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫ് ആണ്, അതുപോലെ ഫയർ റെസിസ്റ്റന്റ് ആണ്. നമ്മൾ കത്തിച്ചിട്ടൊക്കെ ഉണ്ട്, പല കസ്റ്റമറിന്റെ താല്പര്യപ്രകാരമൊക്കെ ഇതിന് ഡീസൽ ഒഴിച്ച് കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ സ്റ്റോൺ ഒന്നും മങ്ങിയിട്ടൊന്നുമില്ല, കളറും പോകുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് യാതൊരു മാറ്റവും അതിനകത്ത് വന്നിട്ടില്ല. നമ്മളിപ്പോ അമേരിക്കയിലൊക്കെ തീപിടുത്തവും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാം നശിച്ചു പോയിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ഇതായിട്ടാണ് കമ്പനി വാറന്റി കൊടുക്കുന്നത്. വെതർ സെക്യൂരിറ്റി വാറന്റി 50 വർഷമാണ്. ഇപ്പൊ നമ്മള് കളേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഈ ലുക്സ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്തെല്ലാം കളേഴ്സ് ആണ് ഉള്ളത് ഇതിന്റെ ഉള്ളിൽ? അതായത് ഇപ്പോ എല്ലാ ആർക്കിടെക്ചറൽ സ്ട്രക്ചറിനും പറ്റുന്ന തരത്തിലാണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പൊ എവിടെ യൂസ് ചെയ്യാം. ഇത് 18ഓളം കളേഴ്സിൽ, അതും ഡിഫറെന്റ് പാറ്റേണുകളിൽ അവൈലബിൾ ആണ്. ടൈൽ പാറ്റേൺ, ഷിംഗിൾസ് പാറ്റേൺ, റോമൻ കളക്ഷൻ, അങ്ങനെ പല പാറ്റേണുകളിലായിട്ട് 18ഓളം കളേഴ്സിൽ ഇപ്പൊ അവൈലബിൾ. സൗണ്ട് പ്രൂഫിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമുക്കപ്പൊ സീലിംഗ് ഇപ്പൊ നിങ്ങൾ ആംഗുലർ ചെയ്തിട്ട് നമ്മൾ ടൈൽസ് ഇതാക്കിയിട്ട് സീലിംഗ്, ചില ആൾക്കാർ മേ ബി സാമ്പത്തികത്തിന്റെ അല്ലാത്തത് കൊണ്ടായിരിക്കും സീലിംഗ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യാതിരിക്കും. ഇപ്പൊ ഇതിൽ വരുമ്പോൾ നമുക്ക് സീലിംഗ് ചെയ്യുന്നതിനോടുള്ള തടസ്സം? ഇതിന് സീലിംഗ് ചെയ്യുന്ന തടസ്സമൊന്നുമില്ല. ഇത് നാച്ചുറൽ കാഴ്ചക്ക് നല്ല ഭംഗിയാണ്, ഉൾഭാഗം കുഴപ്പമൊന്നുമില്ല. പക്ഷെ താല്പര്യമുള്ളവർക്ക് സീലിംഗ് ചെയ്തു എന്ന് വിചാരിച്ചും കുഴപ്പമില്ല, അവരുടെ ഇഷ്ടമാണ്. കസ്റ്റമറുടെ താല്പര്യപ്രകാരം സീലിംഗ് ചെയ്യാതിരിക്കാം, പ്രശ്നമൊന്നുമില്ല. സൗണ്ട് പ്രൂഫ് ആണ്. കാരണം ഇത് നമ്മുടെ മറ്റ് ഷീറ്റുകളെ അപേക്ഷിച്ച് പലരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും നമ്മളെ പ്രഷർ വാഷറൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് വോൾക്കാനിക് സ്റ്റോണിൽ ഇതിനകത്ത് ഈ കളർ വോൾക്കാനിക് സ്റ്റോൺസിലേക്ക് നമ്മൾ പ്രഷർ വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ സൗണ്ട് ഒന്നും ഉള്ളിലേക്ക് വരില്ല. അതില് വലിയ പ്രഷറിലൊന്നും മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ഇതിന്റെ വെയിറ്റ് പറഞ്ഞു, സൈസ് പറയുന്നുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയിറ്റ് ഉണ്ട്. അതായത് ഈ വെയിറ്റ്, ഇത് വെയിറ്റ്ലെസ് മെറ്റീരിയൽ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷീറ്റിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 6 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഷീറ്റിന്റെ വെയിറ്റ് 3.1 kg ആണ് വരിക. 3 കിലോ വെയിറ്റ് വരുന്നത്. അതേസമയം ഒരു ഓടൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ജസ്റ്റ് നമ്മുടെ കോമൺ സൈസ് 300 x 400 mm, ആ കോമൺ ഒരു ഓടിന്റെ വെയിറ്റ് 2.5 കിലോ ഒക്കെ വെയിറ്റ് വരും. അപ്പോ വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. പക്ഷെ അപ്പൊ തന്നെ നമ്മൾ ചോദിക്കും ഈ വിൻഡ് റെസിസ്റ്റന്റ് ആണെന്ന് പറയുന്നു, ഈ വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ പറന്നു പോകില്ലെന്ന്. പക്ഷെ അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ട്രസ്സിലേക്ക് നമ്മൾ അതുപോലെ സ്ക്രൂ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അടുത്തത് വരും, ആ സ്ക്രൂ ചെയ്യുന്നിടത്ത് പലയിടത്തും ലീക്ക് വരില്ല എന്നുള്ള അടുത്തത് വരാം. കാലക്രമേണ നമ്മൾ ഷീറ്റിന് വാഷറൊക്കെ ഉരുകി പോയിട്ടൊക്കെ ലീക്ക് വരുന്നത്. പക്ഷെ ഇവിടെ അത് വരില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് സൈഡിൽ നിന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ മേളിൽ നിന്ന് കൊടുക്കുന്നത് അടുത്ത ഷീറ്റ് വരുമ്പോൾ ഓവർലാപ്പ് ചെയ്ത് പോവാം. അപ്പൊ ഈ സ്ക്രൂ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും ലീക്ക് വരില്ല. 100% ലീക്ക് പ്രൂഫ് ആയിരിക്കും. അതുകൊണ്ടാണ് കമ്പനിക്ക് വാറന്റി കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട് മെയ്യാണെങ്കിൽ മിനിമം 20 ഡിഗ്രി സ്ലോപ്പ് വേണം, ഏറ്റവും ചുരുങ്ങിയത്. ആവറേജ് നമ്മൾ കൊടുക്കാറുള്ള 30 ഡിഗ്രി, മിനിമം 20 ഡിഗ്രി വേണം. പക്ഷെ സ്റ്റോൺ കോട്ടർ ഷീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റോൺ കോട്ടറിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലോപ്പ് അത് മതി. ആ സ്ലോപ്പ് ഉണ്ടായാൽ മതി. അതിനകത്ത് കെട്ടി നിന്നാൽ ലീക്ക് വരില്ല. പക്ഷെ എന്നാലും നമ്മളിത് ഭംഗിക്ക് കൂടി വേണ്ടിയിട്ടാണ് കാണണം. അപ്പൊ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള സ്ലോപ്പ് കൊടുക്കുക.
അപ്പൊ ഇത് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ കമ്പനി ഇൻസ്റ്റാളേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ വാറന്റി നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ സൈറ്റിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷമാണോ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്? അതൊക്കെ അതെ അതെ, അതായത് സാധാരണ നമ്മളെല്ലാ പ്രൊഡക്ട്സിനും നമുക്കറിയാം നമ്മളൊരു വാറന്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സീരിയൽ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ അതെ തീർച്ചയായും. പക്ഷെ നമ്മുടെ ഈ ഇതുപോലെ വരുന്ന റൂഫിംഗ് മെറ്റീരിയൽസിനൊന്നും സീരിയൽ നമ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അപ്പൊ നമ്മളിത് മേടിച്ച് വെച്ചിട്ട് ആ കൂടുതൽ ഒരു വാറന്റി കാർഡ് കൂടി മേടിച്ച് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പിന്നീട് നമ്മൾ ഒരു എന്തെങ്കിലും കാര്യത്തിന് ക്ലെയിം ചെയ്യാൻ വേണ്ടി കോടതി ചെന്നു എന്ന് വിചാരിക്കുക. ഇത് പറഞ്ഞു വരുമ്പോൾ ഇവര് നമ്മൾ ഈ പ്രൊഡക്റ്റ് അല്ല അത് എന്നുള്ള രീതിയിൽ എങ്ങനെയായാലും കമ്പനിക്കാര് എങ്ങനെ വാറന്റി കൊടുക്കാതിരിക്കാമെന്നുള്ളത് നോക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറന്റി എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഒരു സ്ഥലത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോസ് കാര്യങ്ങൾ കമ്പനിക്ക് കൊടുത്തതിന് ശേഷം ഇന്ന സൈറ്റിൽ ഇന്ന മെറ്റീരിയൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വാറന്റി കാർഡാണ് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അത് നല്ല. അതപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റഷ്യൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന നിങ്ങൾ ടെക്നോണിക്കൽ എന്ന് പറഞ്ഞ ആ ബ്രാൻഡിന്റെ അവരുടെ തന്നെ വാറന്റി കാർഡാണ്. ഓക്കെ ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ കമ്പനി മീൻസ് നമുക്കൊന്ന് ഡയറക്റ്റ് ഇപ്പൊ നമ്മള് പ്രസ്റ്റീജിന്റെ അല്ലെങ്കിൽ ഹോക്കിൻസിന്റെ ഒക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ ബന്ധപ്പെടുന്ന പോലെ തന്നെ അതുപോലെ തന്നെ. അപ്പൊ നമ്മള് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ നമ്മൾ പറയുമ്പോഴും അപ്പൊ അതിന്റെ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞത്. അതെല്ലാവരും മീൻസ് ബിക്കോസ് നമ്മൾ ഇത്രയും നമ്മുടെ ഗുണം പറയുമ്പോൾ പ്രീമിയം ക്വാളിറ്റി പറയുമ്പോൾ ആൾക്കാർക്കുള്ള ഒരു ടെൻഷൻ ആയിരിക്കും പ്രൈസ് ഹ്യൂജ് ആണോ അല്ലയോ എന്നുള്ളത്. അതായത് നമ്മൾ അഫ്ര എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോളാറിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വരുന്നത്. ആ സമയം മുതൽ നമ്മൾ ശരിക്കും റൂഫിംഗ് കൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ബ്രാൻഡുകളും ചെയ്തിരുന്നു. പിന്നീടാണ് നമ്മൾ തിരിച്ച് ഇതിൽ നിന്ന് വിഭിന്നമായിട്ടൊരു തീരുമാനത്തിലേക്ക് വന്നത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ അതിന്റെ ഓതറൈസ്ഡ് ചാനൽ പാർട്ട്നേഴ്സ് ആവുകയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും. കാരണം ബൾക്ക് പർച്ചേസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമറിലേക്ക് അത് ഏറ്റവും ചുരുങ്ങിയ റേറ്റിൽ തന്നെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഇപ്പൊ ചൈനീസ് ബ്രാൻഡ് വരുന്നു ചീപ്പ് ക്വാളിറ്റി കിട്ടുന്നു എന്ന് പറയും പോലെ തന്നെ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഓട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പറയുന്ന ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും പഴയ ഓടിന്റെ ഒരു തണുപ്പോ സുഖമൊന്നും ഒന്നിനും കിട്ടാനില്ല, മേളിലിട്ട് കഴിഞ്ഞാൽ അതുള്ളപ്പോഴായിരുന്നു ചൂട് കുറവ്. ഇന്നത്തെ ഒരു കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ചൊക്കെ ആൾക്കാർ പല രീതിയിൽ പറയും. നിങ്ങൾക്ക് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ അഫ്രയുടെ ടൈൽസിന് പറയാനുള്ളതുണ്ടോ, റൂഫിംഗ് ഷീറ്റ്സിന് പറയാനുണ്ടോ? ഇന്ന് സെറാമിക് ടൈൽസ് വരുന്നത് പല റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഈ പ്രീമിയം ക്വാളിറ്റി എന്ന് വെച്ചാൽ അത് ഫൈനസ്റ്റ് വൈറ്റ് ക്ലേ ആയിരിക്കണം. 100% ഫൈനസ്റ്റ് വൈറ്റ് ക്ലേ ആയിട്ടുള്ള മെറ്റീരിയൽ. നമ്മൾ ആരും ഇതിന്റെ ബ്രോഷറോ അത് ജസ്റ്റ് ഫോട്ടോ കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബ്രോഷർ എടുക്കുന്നത്. പക്ഷെ അതിലുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അതുപോലെ ഇവരുടെ അടുത്ത് നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് ചോദിക്കാറില്ല. ഇത് ചോദിക്കണം മസ്റ്റായിട്ട് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച്. കാരണം ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മുടെ മെറ്റീരിയലിനകത്ത് എത്ര വെയിറ്റ് വരുന്നുണ്ട്, എത്ര തിക്നെസ് ഉണ്ട്, അതുപോലെ ഇത് എന്ത് മെറ്റീരിയലാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനസ്റ്റ് വൈറ്റ് ക്ലേ ആയിട്ടുള്ള സെറാമിക് ടൈൽസ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ. ഫൈനസ്റ്റ് വൈറ്റ് ക്ലേ എന്ന് വെച്ചാൽ അത് തണുപ്പായിരിക്കും, ചൂടുണ്ടാക്കുക. അതേസമയം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് സെറാമിക് ടൈൽസ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി സിമെന്റ് മിക്സ്ചേഴ്സ് അതുപോലെ ഫ്ലൈ ആഷ് മിക്സ്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന് ചൂട് കൂടും കാലക്രമേണ. അതുപോലെ തന്നെ വിണ്ട് കീറും, അതിനകത്ത് വെള്ളം ഇറങ്ങും, പായൽ പിടിക്കും, കാലക്രമേണ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ അഫ്രയുടെ ടൈൽസിന് പ്രീമിയം ക്വാളിറ്റി മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്താൽ ഇപ്പൊ നമ്മുടെ എടുക്കണമെന്നല്ല, നമ്മൾ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്താൽ ഏത് ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ പ്രീമിയം ക്വാളിറ്റി മാത്രമേ എടുക്കാവുള്ളൂ. കാരണം സെറാമിക് ടൈൽസ് ഒക്കെ എന്ന് വെച്ചാൽ ഇത് കാലക്രമേണ ചിലപ്പോൾ തേങ്ങ വീണോ മറ്റോ പൊട്ടാം. നമ്മൾ സ്റ്റോൺ കോട്ടർ ഷീറ്റ് പോലെയല്ല, പൊട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു 4-5 ഓട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അന്വേഷിക്കുമ്പോൾ ലോക്കൽ ബ്രാൻഡൊക്കെ ആണെങ്കിൽ ആ സാധനം ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ ബ്രാൻഡഡ് ടൈലാണെങ്കിൽ ആ സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. കോമൺ സൈസ് ആണെങ്കിൽ വിഷയമുള്ള കേസില്ല. പക്ഷെ നമ്മൾ അവിടെ നോക്കണം, നമുക്ക് കോമൺ സൈസ് ആയിരിക്കണം എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റേറ്റിൽ നമ്മളെ പറ്റിക്കും. നമുക്ക് ഒരു ടൈലിന്റെ റേറ്റാണ് നമുക്കറിയാവുള്ളൂ. ഈ സൈസ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ഏരിയ കിട്ടില്ല. അപ്പൊ നമുക്ക് മറ്റേതിനേക്കാൾ കൂടുതൽ റേറ്റിലേക്ക് പോകും. സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കും നമ്മൾ. അഫ്ര ടൈൽസ് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് കേരളത്തിലേക്കുള്ള വീടുകളിലേക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് എത്ര നാളായി?
നമ്മൾ 8 വർഷമായിട്ട് ഇപ്പൊ നിലവിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അധികം നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ആണ്. കാരണം എല്ലായിടത്തും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് എത്തില്ല. പിന്നെ ചില കസ്റ്റമേഴ്സ് നിർബന്ധം പിടിക്കും നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് കൂടാതെ ചിലര് അവരാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിലും ഇതിന് വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഇൻസ്റ്റലേഷന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മാനുവൽ കൊടുക്കുന്നത് കൂടാതെ അവർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ നമ്മളുടെ ഒരു കൺസൾട്ടേഷൻ അവിടെ കൊടുക്കും. കൺസൾട്ടേഷൻ തീർച്ചയായും. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന് വേറൊന്നുമല്ല, ഇപ്പൊ നിങ്ങളുടെ ക്ലയൻസ് ഉണ്ടാവും, അവരെല്ലാം എത്രത്തോളം ഹാപ്പിയാണ് ഈ പറയുന്ന മാറ്റേഴ്സ് എല്ലാം കവർ അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അവരെല്ലാം എത്രത്തോളം ഹാപ്പിയാണ്, നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടാറുണ്ടോ? പിന്നെ തീർച്ചയായും നമ്മൾ ഏത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണമെങ്കിലും നമ്മൾ അവരുടെ റിവ്യൂ ഫീഡ്ബാക്സ് ഒക്കെ നോക്കിയാൽ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് എല്ലാവർക്കും നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ തന്നെ റെഫറൽസ് ആണ്. അത് ഞാൻ ചോദിക്കുന്നത്, റെഫറൽസ് ഒരിടത്ത് ചെയ്ത അവരിൽ നിന്ന് തന്നെ റെഫറൽ വെച്ചിട്ടാണ് പിന്നീട് നമുക്ക് അടുത്ത വർക്കുകൾ വരുന്നത്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇവിടെ നിലവിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ലുക്കിൽ തോന്നിയ പണ്ടത്തെ ഓടിന്റെ നമ്മള് ഒരു ടെക്സ്ചർ പുറമെ കാണുമല്ലോ, എനിക്ക് പെട്ടെന്ന് ഒരു കളറും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി. അത് നമുക്ക് കാണിക്കണോ, ഓൺ സ്ക്രീൻ പ്രൊഡക്ട്സ് കാണിക്കണോ? ഇതാണ് ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സ്റ്റോൺ കോട്ടൺ ഷീറ്റ്. ഇത് 8 ലെയർ പ്രോഡക്റ്റ് ആണ്. അതായത് ഇതിനകത്തും ആൾക്കാർ കബളിപ്പിക്കും. അതെങ്ങനെയാണെന്ന് പറയാം. ഇത് ബേസ് മെറ്റീരിയൽ തന്നെ 0.5 mm ആണ്. ഇതിന്റെ മുകളിലും താഴെയും 150 GSM അലൂസിൻ കോട്ടിങ് കൊടുത്തിട്ട് അതിന് മുകളിലും താഴെയും കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു എക്സ്ട്രാ ലെയർ കൂടി കൊടുത്ത് ഇതിന് മേളിൽ ഒരു അക്രിലിക് വാർണിഷ് ഒരു അക്രിലിക് പ്രൈമർ കൊടുത്ത് അതിന് മേളിലാണ് സ്റ്റോൺ ഒട്ടിക്കുന്നത്. ഒരു അദസീവ് ലെയർ ആണ് അക്രിലിക് പ്രൈമർ. ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് അതൊരു ലെയർ ആണ് നമ്മൾ ഇതിന്റെ മേളിൽ കൊടുത്തേക്കുന്നത്. അതെ അതെ തീർച്ചയായും. ഇതിന് മേളിൽ വീണ്ടും നമ്മളൊരു ട്രാൻസ്പെറന്റ് അക്രിലിക് വാർണിഷ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർത്ത് ഇന്ത്യ പോലെ അല്ല നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന കാലാവസ്ഥ. ഇത് ഈ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് മേളില് പായല് പൂപ്പല് വരും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ട്രാൻസ്പെറന്റ് അക്രിലിക് വാർണിഷ്. ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ പിടിച്ചിരുന്ന പൊടികൾ തന്നെ ഒഴുകിപ്പോകും. ഇനി ഒരുപാട് പൊടി പിടിച്ചിരുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് പ്രഷർ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ശരിക്കും പ്രീമിയം ബ്രാൻഡിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രീമിയം ക്വാളിറ്റി മാത്രം ചൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കബളിപ്പിക്കുന്ന വേറൊരു കാര്യമാണ്, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് സംഭവിച്ചൊരു കാര്യം. അതായത് എനിക്ക് ഒറ്റപ്പാലത്തുള്ളൊരു കസ്റ്റമർ ഞാൻ സംസാരിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് 150 GSM അല്ലേ കോട്ടിംഗ് ഉള്ളൂ, ഞങ്ങൾക്ക് 200 GSM കിട്ടിയെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. എനിക്കതൊന്ന് തരുമെന്ന് ചോദിച്ചു. അവരെനിക്ക് ഇത് തന്നു, കൊട്ടേഷൻ തന്നു. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് 200 GSM എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ വെയിറ്റ് കാണിച്ചിരുന്നത് 2.9 kg ആണ് ഒരു പീസിന്റെ വെയിറ്റ് ഉള്ളൂ. 0.5 mm ബേസ് മെറ്റീരിയലുള്ള ഈ മെറ്റീരിയൽ ഇതിനകത്തുള്ള അലൂസിൻ കോട്ടിങ് 150 GSM ആണ്. 3.15 ഇതിന്റെ വെയിറ്റ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലൂസിൻ കോട്ടിങ് പറയുന്നത് GSM ഗ്രാം പെർ സ്ക്വയർ മീറ്റർ, അതും വെയിറ്റാ. അപ്പൊ ഈ പറഞ്ഞ 200 GSM ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ആ മെറ്റീരിയലിന് ഉണ്ടാവണം. അത് ശരിക്കും ഈ വെയിറ്റ് പോലും വരുന്നില്ല. ശരിക്കും വെറുതെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെടണം. അത് കൂടാതെ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത് സോൾട്ട് ടെസ്റ്റ് കൂടി പാസ്സായ മെറ്റീരിയൽ. അത് ചോദിക്കാണ്, പല ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉള്ളതുണ്ട്. ഇപ്പൊ നമ്മള് കടലിന്റെ സൈഡിൽ വീടുള്ളവരുണ്ടാവും, തീരപ്രദേശങ്ങളിൽ. അപ്പൊ അത് വരുമ്പോ നമ്മുടെ എന്തെല്ലാം നമ്മുടെ മെറ്റീരിയലിന്റെ പ്രത്യേകത സോൾട്ട് ടെസ്റ്റ് കൂടി പാസ്സായതാണ്. അതായത് കണ്ടിന്യൂസ് ഇത്ര മണിക്കൂർ ഇവര് സോൾട്ട് സ്പ്രേ ചെയ്ത് നടത്തുന്ന ടെസ്റ്റാണ്. നമുക്ക് ഇന്ത്യൻ ലബോറട്ടറി തന്നെ ഇതിനു മുമ്പ് നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയുടെ ഇതിനു വേണ്ടി കൊടുത്തപ്പോൾ അവർ കൊടുത്ത് ടെസ്റ്റ് നടത്തിയതാണ്. അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് കസ്റ്റമറെ കാണിക്കാൻ പറ്റും. ഈ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ആൾക്കാർ പറയും ജസ്റ്റ് പേപ്പറിലല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതെല്ലാം പ്രൂവ് ചെയ്യുന്ന വീഡിയോസ് ഈവൻ കാരണം ഇത് പല ഇൻഡസ്ട്രികളും ഇതിനു വേണ്ടി അവർക്കത് ആവശ്യമാണ്. അപ്പൊ അവരത് പുറത്തു കൊടുത്ത് അവര് ടെസ്റ്റ് നടത്തും. നമ്മൾ പറയുന്നത് മാത്രം പോരാ. ഇപ്പൊ ഞാനൊരു വീട് വെക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ടൈൽസിന് എത്ര മീൻസ് നമ്മുടെ ഫ്ലോർ ടൈൽസിന് എത്ര രൂപയാണ് 2-3 കടയിൽ നിന്ന് എടുക്കും, റൂഫ് ടൈൽസിന് എത്ര രൂപയാണെന്ന് കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ കൊട്ടേഷൻ ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഈ കൊട്ടേഷൻസ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എല്ലാവരും നോക്കുക ഏറ്റവും കൂടുതൽ കാശ് ഏതാ, ഏറ്റവും കുറവ് കാശ് ഏതാ. ഇതിനപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കൊട്ടേഷൻ മസ്റ്റായിട്ടും എടുക്കണം. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് റേറ്റ് നമ്മൾ നോക്കണം. കാരണം റേറ്റ് കമ്പാരിസൺ നോക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അത് ബ്രാൻഡഡ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം മസ്റ്റായിട്ടും.
പ്രീമിയം ക്വാളിറ്റി ഇന്ന് നാട്ടിൽ പലതും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് നമ്മൾ ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ, ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ, ഇത് ചെയ്തിരിക്കുന്ന സൈറ്റ് നമ്മൾ പോയി വിസിറ്റ് ചെയ്യുക, അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൊട്ടേഷൻ എടുക്കാൻ ശ്രമിക്കുക മാക്സിമം. കാരണം ഇതിന്റെ എഫക്റ്റീവ് ഏരിയ പലതിനും വ്യത്യാസം ഉണ്ടാവും. സ്ക്വയർ ഫീറ്റ് റേറ്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. പക്ഷേ ഇതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്പം കൂടുതലായിട്ടുള്ള മെറ്റീരിയൽ ചിലപ്പോൾ ഇതിന് എഫക്റ്റീവ് ഏരിയ കൂടുതൽ കിട്ടുന്നുണ്ടാവും. അപ്പം നമ്മൾ എപ്പോഴും ഡീറ്റെയിൽഡ് കൊട്ടേഷനിലേക്ക് പോവുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ കൊടുക്കുന്നതാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പൈപ്പൊക്കെ ആണെങ്കിൽ ഏതാണ് ബ്രാൻഡ്, ഏതാണ്, അതുപോലെ ഏത് ഗേജാണ്, അതുപോലെ മാസ്കിങ്ങിന്റെ കാര്യങ്ങൾ, അതുപോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ പറയാം. കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം തന്നെ തീർച്ചയായും ചെക്ക് ചെയ്ത് തന്നെ പോകണം. ഇപ്പം എന്തായാലും അഫ്ര കുറച്ച് ഗ്രോത്ത് നന്നായിട്ട് തന്നെ വരട്ടെ. ഒത്തിരി ക്ലയൻസ് ഇതിൻ്റെ ഗുണം അറിഞ്ഞ് തന്നെ നമ്മളിലേക്ക് എത്തട്ടെ. കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഡിഫറെൻ്റ് ഒരു ലുക്ക് തന്നെയുണ്ട്. ഈ പറഞ്ഞ ഒരു എസ്തെറ്റിക് വ്യൂ തരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. സോ വിഷിങ് യു ഓൾ ദ ബെസ്റ്റ് അസ്ലം. താങ്ക് യു.